ആശാ വർക്കേഴ്സിന് ഓണറേറിയം അനുവദിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പിൻവലിച്ച് സർക്കാരിന്റെ ഉത്തരവ് പുറത്ത്. കഴിഞ്ഞ മാസം 19-ന് സർക്കാർ എടുത്ത തീരുമാനം ഈ മാസം 12-നാണ് ഉത്തരവായി പുറത്തിറങ്ങിയിരിക്കുന്നത്. സർക്കാർ തീരുമാനം പുറത്തു കൊണ്ടുവന്ന അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, വിശദാംശങ്ങൾ എന്താണ്? സർക്കാർ നീക്കത്തെ എങ്ങനെ കാണണം അലക്സ്? റിജിത്ത, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ സമരം നടത്തുന്നത്. ഇന്ന് 36-ാം ദിവസമാണ്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ സമരക്കാരെത്തി. വ്യാപകമായ പിന്തുണ ഈ സമരത്തിൽ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് അവരുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത് 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കി ഉയർത്തുക, അവരുടെ വിരമിക്കൽ ആനുകൂല്യം അത് 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക, ഒപ്പം ഈ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഉപാധികൾ പിൻവലിക്കുക തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഫെബ്രുവരി മാസം 6-ാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രി അവരുമായി ചർച്ച നടത്തി. ആ ചർച്ചയിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഈ ഉപാധികൾ പിൻവലിക്കുന്നതിനായി ഒരു സമിതിയെ രൂപീകരിക്കുക എന്നുള്ളത്. ഫെബ്രുവരി 7-ന് ആരോഗ്യവകുപ്പിലെയും അതുപോലെ നാഷണൽ ഹെൽത്ത് മിഷനിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അത്തരത്തിലൊരു സമിതിയെ രൂപീകരിച്ച് അത് പഠിച്ച് ഉപാധികൾ പിൻവലിക്കുന്ന കാര്യം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് ഈ ഓണറേറിയം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളെല്ലാം എല്ലാ മാനദണ്ഡങ്ങളും പിൻവലിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അറിയിക്കുന്നത്. അത് നമ്മൾ അന്നേ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഉത്തരവ് ഇറങ്ങിയത് മാർച്ച് മാസം 12-ാം തീയതിയാണ്. പക്ഷേ ആ ഉത്തരവ് പുറത്തു വന്നത് ഇന്നാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ വലിയ സമരം നടക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ അടക്കം പിന്തുണ അതിൽ ലഭിക്കുന്നു. അവിടെ ആശാപ്രവർത്തകർ ആഹ്ലാദം പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ഉത്തരവ് വന്ന ദിവസം, അതായത് ഈ തീരുമാനം വന്ന ദിവസം നമ്മൾ ആശാപ്രവർത്തകരോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളിൽ ഒന്നാണ് അംഗീകരിക്കപ്പെട്ടത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അവർ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ്. സമരത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ആശാപ്രവർത്തകർ പറഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കുന്നത് സമാനമായ ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ പിൻവലിച്ചതായി ഉത്തരവ് പുറത്തിറങ്ങിയെങ്കിൽ പോലും അത്തരത്തിൽ കണ്ണിൽ പൊടിയിടാനുള്ള സർക്കാർ നീക്കത്തിന് നിന്നുകൊടുക്കേണ്ടതില്ല എന്നാണ് ആശാപ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സെക്രട്ടേറിയറ്റ് മുന്നിലെ ഈ സമരം തുടരുമെന്നാണ് ആശാപ്രവർത്തകർ അറിയിക്കുന്നത്. റിജിത്ത്, അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു.